കൃഷ്ണകുമാറിനെ, സിനിമ നടനുള്ള കൃഷ്ണകുമാറിനെയും കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ നമുക്ക് നല്ലപോലെ അറിയാം. കാരണം അദ്ദേഹം ഒരു സിനിമ നടനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മക്കളാരും സിനിമയിൽ വലുതായിട്ട് ശോഭിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ തന്നെയാണ്. അതായത് റീൽസിലൂടെയും വീഡിയോസിലൂടെയും ഡാൻസിലൂടെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ ദിയ കൃഷ്ണ വളരെ ഫേമസ് ആയിട്ടുള്ള അവരുടെ മക്കളിൽ ഒരാളാണ് ദിയ കൃഷ്ണ. ചിലർ ഓസി എന്നൊക്കെ വിളിക്കാറുണ്ട് അവരെ. എന്നാലും ദിയ കൃഷ്ണയുടെ ഒരു പരാമർശം ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കാൻ താല്പര്യമില്ല, ആന്റി എന്ന് വിളിക്കാം, അതൊരു ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. പക്ഷെ അവർ വേറെ പറഞ്ഞൊരു ലാംഗ്വേജ് ആണ്, നമുക്കത് കണക്ട് ആകരുത്. വഴിയെ പോകുന്ന എല്ലാവരെയും അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന്. ഈ അമ്മ എന്നുള്ള വീടിന് സ്നേഹം എന്നുള്ള അർത്ഥമുണ്ട്. അതായത് എൻ്റെ ഒരു സുഹൃത്തിന്റെ അമ്മ, അദ്ദേഹം പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചു പോയതാണ്. അമ്മ പ്രസവാനന്തരം തന്നെ മരിച്ചുപോയി. അമ്മയുടെ അനിയത്തിയാണ് ആ സുഹൃത്തിനെ വളർത്തിയത്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സുഹൃത്തിനെ അമ്മ തന്നെയാണ് വളർത്തിയത്, അമ്മയുടെ അനിയത്തിയാണ് വളർത്തിയത്. അദ്ദേഹം അതിനെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവരും മോനെ പോലെയാണ് കാണുന്നത്. അപ്പം സ്നേഹമുള്ള ആർക്കും, അത് തന്നെ പരിപാലിക്കുന്നതും തന്നെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ആർക്കും അമ്മയാകാൻ പറ്റും, അല്ലേ? പ്രസവിച്ച് വളർത്തുന്നവരെല്ലാം അമ്മമാരാണെന്ന് നിർബന്ധമില്ല. നമ്മളെല്ലാവരും വലിയ കാര്യമായിട്ട് ഇന്ത്യ മൊത്തം പാടിപ്പോഴുന്ന ഒരു പേരുണ്ട്, മദർ തെരേസ എന്നല്ലേ. അമ്മ എന്ന് വിളിക്കുന്നത് അത് മദർ തെരേസ എന്നുള്ള സ്നേഹത്തിന്റെ ഒരു പര്യായം തന്നെയാണ് അമ്മ എന്നുള്ള വീട്. അതുകൊണ്ട് അവർ ആ വഴിയെ പോയ എല്ലാവരെയും അമ്മ എന്നുള്ള വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് തന്റെ കാമുകന്റെ കൂട്ടുകാരനെ കാമുകനായും ഭർത്താവും കാണാൻ പറ്റുമെങ്കിൽ ഭർത്താവിന്റെ അമ്മേനെ അമ്മയുടെ കാണാൻ പറ്റും. അമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മേനെ സ്നേഹിക്കുന്നവർക്ക്, ആ പ്രായമുള്ളവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്.